ഭക്തിയുടെ ലഹരിയിൽ ശരീരത്തെ ദണ്ഡിപ്പിച്ചും പണം വാരിയെറിഞ്ഞും തീർത്ഥാടനം നടത്തിയും കാര്യം സാധിക്കാൻ മുന്നേറുന്നവർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിപാടിയെക്കുറിച്ചും അറിയാതെ പോകുന്നു. യഥാർത്ഥ ദൈവഭക്തി എന്തെന്നോ എങ്ങനെയെന്നോ അറിയാത്തതായ ഒരു വലിയ വിഭാഗം ആളുകൾ ഇതൊരു വലിയ വഞ്ചന ആകുന്നു. മനുഷ്യൻ ഈ പറഞ്ഞതുപോലെ തെറ്റിപ്പോയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ജെറുസലേമും ഇസ്രയേലും ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി തീരുവാനുള്ള കാരണം അവരോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. യെരുസലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ലോക സമാധാനം തന്നെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കൃപയാലുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിശയകരമാകുന്നു. ജ്ഞാനമുള്ളവർ യഹോവയുടെ കൃപകളെക്കുറിച്ച് ചിന്തിക്കുവാൻ പര്യാപ്തമായവയാകുന്നു ഇവ. യെശയ്യാപ്രവചനം 29-ാം അധ്യായം. ദൈവത്തിൻ്റെ ഭാവി പരിപാടിയെ സംബന്ധിച്ചാണല്ലോ യെശയ്യാപ്രവചനത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഭാവിയിൽ ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകാൻ പോകുന്നു. അന്ന് യഥാർത്ഥ ഭക്തി എന്തെന്നെല്ലാവരും അറിയും. കപടഭക്തിയുടെ എല്ലാ വേഷങ്ങളും അന്ന് അഴിഞ്ഞു വീഴും. കർത്താവായ യേശുക്രിസ്തു അന്ന് നീതിയോടെ ഈ ഭൂമിയെ വാഴും. സമീപ ഭാവിയിൽ സംഭവിപ്പാൻ ആരംഭിക്കുന്നതും കർത്താവിൻ്റെ വാഴ്ചയിലേക്ക് നീളുന്നതുമായ യെരുശലേമിനെ സംബന്ധിച്ച പ്രവചനങ്ങളാണ് യെശയ്യാപ്രവചനം 29-ാം അധ്യായത്തിലെ വിഷയം. ഇന്ന് നാം പഠിക്കുന്നത് അതേക്കുറിച്ചാണ്. ഇതിലെ പ്രവചനങ്ങൾ തികച്ചും യെരുശലേമിനെ സംബന്ധിച്ചുള്ളതാണ്. സൻഹെരീബിൻ്റെ ആക്രമണം മുതൽ ഒടുവിലത്തെ ആക്രമണം വരെയുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നു. അതെ, കർത്താവായ യേശുക്രിസ്തു രാജാവായി വന്ന് ഒലിവുമലയിൽ തൻ്റെ പാദങ്ങൾ ഉറപ്പിച്ച് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത് വരെയുള്ള കാലയളവിലെ കാര്യങ്ങൾ. ഇതേക്കുറിച്ച് സഖറിയ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 29-ാം അധ്യായവും യെരുശലേമിനെ സംബന്ധിച്ച് നമ്മുടെ കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം മുതൽ 24-ാം അധ്യായം 2-ാം വാക്യം വരെ ഉള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നതുമായി താരതമ്യം ചെയ്ത് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-ഉം 35-ഉം വാക്യങ്ങളിലും ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ഇനിയും നമുക്ക് യെശയ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ പഠിക്കാം. അതിനു മുൻപ് ഈ പറഞ്ഞതായിട്ടുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ചതായിട്ടുള്ള ആ ഭാഗങ്ങൾ കൂടി ശ്രദ്ധിക്കണമേ. ഈ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 29-ൻ്റെ 1. അയ്യോ അരിയേലേ, അരിയേലേ, ദാവീദ് പാളയമിറങ്ങിയിരുന്ന നഗരമേ, ആണ്ടോടാണ്ട് കൂട്ടുവീൻ, ഉത്സവങ്ങൾ മുറയ്ക്ക് വന്നുകൊണ്ടിരിക്കട്ടെ. അരിയേൽ എന്ന് പറഞ്ഞിരിക്കുന്നത് യെരുശലേം നഗരത്തെക്കുറിച്ചാണ്. അരിയേൽ എന്നാൽ സിംഹത്തെപ്പോലെ എന്നാണ് അർത്ഥം. അരിയേൽ എന്ന ആ സ്ഥാനപ്പേര് നൽകിയിരിക്കുന്നത് യെരുശലേം പട്ടണത്തിനാണ്. പഴയ നിയമത്തിൽ ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കബ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകൻ ബെനയാവും വീര്യപ്രവൃത്തികൾ ചെയ്തു. അവൻ മോവാബിലെ അരിയേലിൻ്റെ 2 പുത്രന്മാരെ സംഹരിച്ചതുമല്ലാതെ ഹിമകാലത്തൊരു ഗുഹയിൽ ചെന്നൊരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. ഒരു സിംഹത്തെപ്പോലെയുള്ള മനുഷ്യൻ, അതാണ് അരിയേൽ. ദൈവത്തിൻ്റെ സിംഹം എന്നും ഈ വാക്കിനർത്ഥമുണ്ട്. യെഹെസ്കേൽ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇതേ വാക്കിനെ യാഗപീഠം, ഇതേ എബ്രായ വാക്കിനെ യാഗപീഠം എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ യാഗപീഠം എന്ന അർത്ഥമുണ്ട്. ഈ 2 നാമങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും യെരുശലേമിന് യോജിച്ചതാണ്. ദാവീദ് പാളയമിറങ്ങിയ നഗരമെന്നും യെരുശലേമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാവീദ് കുടുംബത്തിൻ്റെ അടയാളം സിംഹമായിരുന്നു.
നമ്മുടെ കർത്താവിനെ യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവും യെരുശലേമായിരുന്നു. യാഗപീഠം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവും അതുതന്നെയായിരുന്നു. യെരുശലേമിനെ സംബന്ധിച്ച് ശ്രദ്ധേയമായ പ്രവചനമാണ് ഇവിടെ നാം കാണുന്നത്. വളരെ ശ്രദ്ധേയമായ പല ചിന്തകൾ ഇവിടെ നമുക്ക് കാണാം. അതെ, യെശയ്യാവിൻ്റെ കാലത്ത് ആരംഭിച്ച് ഇന്ന് വരെ തുടരുകയും ചെയ്യുന്ന ആ പ്രവചനങ്ങൾ. യെരുശലേമിൻ്റെ വീഥികളിലൂടെ താങ്കൾ നടക്കുന്നുവെങ്കിൽ ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് താങ്കൾക്ക് കാണുവാൻ കഴിയും. തുടർന്ന് യെരുശലേമിൻ്റെ മേലുള്ള ന്യായവിധിയെക്കുറിച്ചാണ് അടുത്ത വാക്യങ്ങളിൽ നാം കാണുന്നത്. 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുക. 29-ാം അധ്യായത്തിൻ്റെ 2 മുതൽ. എന്നാൽ ഞാൻ അരിയേലിനെ ഞെരുക്കും, ദുഃഖവും വിലാപവും ഉണ്ടാകും. അതെനിക്ക് അരിയേലായി തന്നെ ഇരിക്കും. ഞാൻ നിനക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങി വാടകോരി നിന്നെ നിരോധിക്കുകയും നിന്റെ നേരെ കൊത്തളം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നീ താണ് നിലത്തുനിന്ന് സംസാരിക്കും. നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് പതുക്കെ വരും. വെളിച്ചപ്പാടിൻ്റേതുപോലെ നിന്റെ ഒച്ച നിലത്തു നിന്ന് വരും. നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് ചിലയ്ക്കും. നിന്റെ ശത്രുക്കളുടെ സംഘം നേരിയ പൊടി പോലെയും നിഷ്കണ്ഠകന്മാരുടെ കൂട്ടം പാറിപ്പോകുന്ന പതിർ പോലെയും ഇരിക്കും. അത് ഒരു ക്ഷണമാത്ര കൊണ്ട് പെട്ടെന്ന് സംഭവിക്കും. യെരുശലേമിന് വരുവാനിരിക്കുന്ന ന്യായവിധി ഇതാണ്. നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിൽ വന്ന് അതിനെ നശിപ്പിക്കുന്നതിന് മുൻപ് നൽകപ്പെട്ട പ്രവചനമാണിത്. യെരുശലേമിൻ്റെ ഈ നാശത്തെ ജാതികളുടെ കാലത്തിൻ്റെ ആരംഭം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാതികളുടെ കാലം തികയുവോളം യെരുശലേമിനെ ചവിട്ടിക്കളയുകയും എന്ന് നമ്മുടെ കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറഞ്ഞത് നിവൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു. മറ്റേതൊരു പട്ടണത്തെക്കാൾ അധികം യെരുശലേം ആക്രമിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രം നോക്കിയാൽ 27ഓളം പ്രാവശ്യം യെരുശലേം ആക്രമിക്കപ്പെട്ടതായി നമുക്ക് കാണാം. എന്നാൽ വീണ്ടും അത് പണിയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴുള്ള യെരുശലേം നഗരം മുമ്പുണ്ടായിരുന്ന നഗരത്തേക്കാൾ അനേകം അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും യെരുശലേമിൽ പോയതിന് ശേഷം കർത്താവ് നടന്ന വീഥികളിലൂടെ പോയി കർത്താവ് നടന്നതുപോലെ നടന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കർത്താവ് നടന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 30 അടി താഴ്ചയിലാണ് അന്ന് നടന്നത്. ആ തെരുവിലൂടെയല്ല ഇന്ന് പോകുന്നവർ നടക്കുന്നത്. പിന്നെ നിങ്ങളെ കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷത്തിനും വേണ്ടിയിട്ട് എല്ലാവരും പറയും കർത്താവ് നടന്ന തെരുവെന്ന്. അതൊന്നുമല്ല. 27 പ്രാവശ്യം അത് നശിപ്പിക്കപ്പെട്ടിട്ട് വീണ്ടും പണിതാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും അത് ഇപ്പോഴത്തെ തെരുവുകളല്ല എന്ന്. ഏതായാലും 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. 6-ാം വാക്യം. ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി അത് സൈന്യങ്ങളുടെ യഹോവയാൽ സന്ദർശിക്കപ്പെടും. അരിയേലിൻ്റെ നേരെ യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം അതിനും അതിൻ്റെ കോട്ടയ്ക്കും നേരെ യുദ്ധം ചെയ്ത് അതിനെ വിഷമിപ്പിക്കുന്ന ഏവരും തന്നെ ഒരു സ്വപ്നം പോലെ, ഒരു രാത്രി ദർശനം പോലെ ആകും. 8-ാം വാക്യം. വിശന്നിരിക്കുന്നവൻ താൻ ഭക്ഷിക്കുന്നു എന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശന്നിരിക്കുന്നത് പോലെയും ദാഹിച്ചിരിക്കുന്നവൻ താൻ പാനം ചെയ്യുന്നു എന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ ക്ഷീണിച്ചും ദാഹിച്ചും ഇരിക്കുന്നത് പോലെയും സിയോൻ പർവ്വതത്തോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം ഇരിക്കും. യെരുശലേമിന് എതിരായ ഒടുവിലത്തെ ആക്രമണം ഏറ്റവും ഭയങ്കരമായിരിക്കും. എന്നാൽ ദൈവം അവസാന നിമിഷത്തിൽ ഇടപെടുകയും തൻ്റെ ജനത്തെ നാശത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും. രാജ്യം സ്ഥാപിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ ശത്രുക്കളുടെ എല്ലാ സ്വപ്നങ്ങളെയും ദൈവം തകർത്ത് കളയും. തൻ്റെ ശത്രുക്കളെ താളടിയാക്കി തൻ്റെ രാജ്യം ദൈവം സ്ഥാപിക്കുകയും ചെയ്യും. ഇനിയും യെരുശലേം അതിൻ്റെ അർത്ഥവും സന്ദേശവുമാകുന്നു നാം കാണുന്നത്. 29-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 9-ാം വാക്യം. വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവിൻ, അന്ധത പിടിച്ച് കുരുടരായിത്തീരുവിൻ. അവർ മത്തരായിരിക്കുന്നു, വീഞ്ഞുകൊണ്ടല്ലതാനും. അവർ ചാഞ്ചാടി നടക്കുന്നു, മദ്യപാനം കൊണ്ടല്ലതാനും. യഹോവ ഗാഢനിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു. അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അതിനെ
അക്ഷരവിദ്യയുള്ള ഒരുത്തൻ്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് വഹിയ, അതിന് മുദ്രയിട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയും. അല്ല, ആ പുസ്തകം അക്ഷരവിദ്യയില്ലാത്തവൻ്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യയില്ല എന്ന് പറയും. യെശയ്യാവിൻ്റെ ഈ വാക്കുകൾ നമ്മുടെ ഈ തലമുറയ്ക്കും സംസ്കാരത്തിനും യോജിച്ചതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതെ, ഇതിൽ നിന്നും നമുക്കും ഒരുപാട് ആത്മീയ സത്യങ്ങൾ സ്വീകരിക്കാനുണ്ട്. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ ദൈവം അവർക്ക് ഗാഢനിദ്ര കൊടുത്തുവോ? എങ്കിൽ എങ്ങനെയാണ് താനത് ചെയ്തത്? വാസ്തവം ഇതാണ്, ദൈവം ഇസ്രായേലിന് വെളിച്ചം കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ അവർ വെളിച്ചത്തെ നിരസിച്ചു. ദൈവം അവർക്ക് നൽകിയ സത്യത്തെ അവർ സ്വീകരിച്ചില്ല. അവർക്കതിനെ കാണാൻ കഴിഞ്ഞില്ല. അത് വെളിപ്പെടുത്തുന്നത് അവർ അന്ധരായിരുന്നു എന്നത്രേ. ദൈവം അവർക്ക് കൊടുത്ത സത്യത്തെ അംഗീകരിക്കുവാൻ അവർ തയ്യാറല്ലായിരുന്നു. ദൈവം അവർക്ക് ഗാഢനിദ്ര വരുത്തുകയും അവർ അന്ധരാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്. രാജാക്കന്മാർക്കോ പ്രവാചകന്മാർക്കോ ദൈവത്തിൻ്റെ വിടുതലിനെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ ആയിരുന്നു. ദൈവത്തിൻ്റെ ശത്രുക്കളെപ്പോലെ തന്നെ ഭാവിയെ സംബന്ധിച്ച് അവരും അന്ധന്മാരായിരുന്നു. വീഞ്ഞു കുടിച്ച് മത്തരായ മനുഷ്യരുടെ അവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 11-12 വാക്യങ്ങളിൽ നാം കണ്ടല്ലോ, പ്രവചനം മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വളരെ വിഷമമുള്ളതാണ് എന്ന ചിന്താഗതി ആയിരുന്നു ജനത്തിനുണ്ടായിരുന്നത്. ദൈവജനത്തിൻ്റെ മനോഭാവം പോലും അതായിരുന്നു. തങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത, അടച്ചു മുദ്ര വെച്ചിരിക്കുന്ന വിഷയമാണ് ഇതിലൊക്കെ എഴുതിയിരിക്കുന്നത് എന്നവർ കരുതി. ഇന്നും അനേകം ആളുകളുടെ മനോഭാവം ഇത് തന്നെയാണ്. അതുകൊണ്ട് വേദപുസ്തകം തുറക്കുപോലുമില്ല. വേദപുസ്തകത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കാൻ വിഷമമാണെന്ന് അവർ പറയും. ഇക്കാലത്തെ ചില സഭാ നേതാക്കളും ഉപദേഷ്ടാക്കളും പറയുന്നത് എന്താണെന്നോ? കൊള്ളാം, താങ്കൾക്കറിയാമോ, വെളിപ്പാട് പുസ്തകം അടച്ചു മുദ്രയിട്ടിരിക്കുന്ന പുസ്തകമല്ലേ, ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന്. ഇങ്ങനെ പറയുന്നവർ പലപ്പോഴും ദൈവവചനം പഠിക്കാൻ സമയമെടുക്കുന്നവരല്ല എന്ന് കാണാൻ സാധിക്കും. അതിനൊരു ഇൻട്രസ്റ്റ് ഇല്ല. നമുക്കൊരു ഗുളിക അരച്ച് കലക്കി ഉരുട്ടി ഇങ്ങ് തന്നാൽ വിഴുകിക്കൊണ്ട് നടക്കാം എന്ന ചിന്തയാണ്. അതുപോലെയാണ് ബൈബിൾ പഠിക്കേണ്ടത് എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്ന ക്രൈസ്തവർ വാസ്തവത്തിൽ ബൈബിൾ സംബന്ധിച്ച് തങ്ങൾക്കുള്ള അജ്ഞതയാണ് വെളിപ്പെടുത്തുന്നത് എന്ന് മറക്കരുത്. അവർ പറയുന്ന ന്യായവാദങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും അതുതന്നെയാണ്. യെശയ്യാവിൻ്റെ കാലത്ത് പ്രവചനത്തെക്കുറിച്ച് ജനം പറഞ്ഞതും ഇത് തന്നെയായിരുന്നു. വെളിപ്പാട് എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അപ്പോക്കലിപ്സ് എന്നാണ്. ഇതിൻ്റെ അർത്ഥം മറ നീക്കുക, മൂടുപടം മാറ്റുക എന്നൊക്കെയാണ്. വെളിപ്പാട് പുസ്തകത്തിന്മേൽ ഉണ്ടായിരുന്ന മുദ്ര ദൈവം എടുത്തു മാറ്റി. അങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം മുമ്പ് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ഇക്കാര്യം ബോധ്യമുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. ഒരു വിധത്തിൽ പറഞ്ഞാൽ തിരുവചനത്തിലെ പുസ്തകങ്ങൾ വെച്ച് ഏറ്റവും ലളിതമായതാണ് വെളിപ്പാട് പുസ്തകമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയമുണ്ടായേക്കാം. എന്നാൽ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. എന്നാൽ അതിനു മുമ്പുള്ള 65 പുസ്തകങ്ങളെക്കുറിച്ച് നാം ഏകദേശം അറിവുള്ളവരായിരിക്കണം എന്നൊരു വ്യവസ്ഥയുണ്ട്. വെളിപ്പാട് തിരുവചനത്തിലെ ഒടുവിലത്തെ പുസ്തകമാണല്ലോ. അതുകൊണ്ട് ദൈവവചനം പഠിക്കുവാൻ ആരംഭിക്കുന്ന ഒരാൾ ഒരിക്കലും വെളിപ്പാട് പുസ്തകം തൊട്ട് തുടങ്ങുന്നത് അത് നടക്കുന്ന കാര്യമല്ല. വെളിപ്പാട് പുസ്തകത്തോളം ക്രമീകൃതമായ മറ്റൊരു പുസ്തകം ബൈബിളിൽ ഇല്ലെന്ന് തന്നെ ഞാൻ സാധാരണ പറയാറുണ്ട്. വിഷയവിഭജനം ഇത്ര ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയുന്ന വേറെ ഏത് പുസ്തകമാണുള്ളത്? അതിൻ്റെ പഠനത്തിൽ വീണ്ടും നാം അത് കാണുന്നതാണ്. ദൈവം വെളിച്ചം തരുമ്പോൾ താങ്കൾ അതിനു നേരെ കണ്ണടയ്ക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം താങ്കളെ ന്യായം വിധിക്കും. അതുകൊണ്ട് ദൈവവചനത്തെ സംബന്ധിച്ച് അലക്ഷ്യമായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് വളരെ സൂക്ഷിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. വീണ്ടും വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അതെ, ഇത് മുദ്രയിടപ്പെട്ടിട്ടില്ലാത്ത ഒരു പുസ്തകമാകുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ഇനിയും യെശയ്യാ പ്രവചനം 29-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരികയാണ്. 13-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും
തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷ കൽപ്പനയത്രേ. ഇതൊരുപാട് പ്രാവശ്യം നാം കേട്ടിട്ടുള്ള ഒരു വാക്യമാകാം. ഇവിടെ യെശയ്യാവിൻ്റെ കാലത്ത് നിങ്ങൾ ജീവിച്ചിരുന്നുവെങ്കിൽ യെശയ്യാവിൻ്റെ ഈ വാക്കുകൾ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയേനെ. ജനങ്ങൾ ദേവാലയത്തിലേക്ക് അങ്ങനെ ഒഴുകുകയായിരുന്നു. താങ്കളൊരു യാഗം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരക്കൊഴിഞ്ഞൊരു സമയം നിങ്ങൾക്ക് കാണാൻ കഴിയില്ലായിരുന്നു. അത്രമാത്രം ജനത്തിരക്കായിരുന്നു. എന്തൊരു തള്ളാണ് ആരാധിക്കാനെന്നറിയാമോ? യാഗം കഴിക്കാൻ എന്തൊരു ധൃതിയാണെന്നറിയാമോ? അവിടെ പുരുഷന്മാർക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും പ്രത്യേകം സ്ഥലങ്ങൾ വേർതിരിച്ചിരുന്നു. ഇനിയും യഹൂദന്മാരല്ലാത്ത വിജാതിയർക്ക് വേണ്ടി മറ്റൊരു സ്ഥലമുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം അവരിൽ ഈ കുറ്റം കണ്ടുപിടിച്ച് അവരെ കുറ്റപ്പെടുത്തുന്നത്? ഇത്രയൊക്കെ ആത്മീയത പറയുന്ന ആളുകളിൽ ഭക്തി അങ്ങനെ നിറഞ്ഞു നിൽക്കേണ്ടതല്ലേ? ഈ ഭക്തി പറയുന്ന ആളുകളിൽ അവർ എല്ലാവരും പള്ളിയിൽ വന്നിരുന്നു. എന്നാൽ അവർ അധരം കൊണ്ട് ദൈവത്തെ സേവിക്കുകയും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുകയും ചെയ്തു പോന്നു. ഇന്ന് നാം കാണുന്ന ഇതേ അവസ്ഥ തന്നെ മനുഷ്യൻ ഒരിക്കലും മാറുന്നില്ല. മനഃപ്പാടമാക്കിയ കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയും വിശ്വാസ പ്രമാണം ഉരുവിടുകയും ചെയ്തെന്നാൽ അത് മതി എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം. ഞാൻ കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നതിനെതിരോ വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിനെതിരോ അല്ല. എന്നാൽ അതൊന്നും യാതൊരു വിധത്തിലും തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് അർത്ഥമില്ലാതിരിക്കുകയും അതുകൊണ്ട് ഒരു മാറ്റവും ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യാത്ത ഒരവസ്ഥയാണ് ഇന്ന് നാം കാണുന്നത്. അവർ പറയുന്നതിനെ വാസ്തവത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. അവർ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചിരുന്നില്ല. അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്നും വളരെ വളരെ അകലെയാണെന്നത്രേ ദൈവം പറഞ്ഞത്. അതുകൊണ്ടാണ് ദൈവം അവരെ ന്യായവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. അന്ന് അവരെ ന്യായം വിധിച്ചാൽ നീതിമാനായ ദൈവം നമ്മളെ വെറുതെ വിടുമോ അങ്ങനെ ചെയ്താൽ? ഈ കാരണത്താൽ തന്നെയാണ് ഇന്ന് നമ്മെയും ദൈവം ന്യായം വിധിക്കുവാൻ പോകുന്നത്. ലോകത്തിൻ്റെ ഇന്നത്തെ ശാപമാകുന്നു മതം. ഓർത്തോണം, മതം ശാപമെന്നോ? നിങ്ങൾ അത് സമ്മതിച്ചില്ല എന്ന് വന്നേക്കാം. അതെ, മതം കറുപ്പാണെന്ന് പറഞ്ഞത് വളരെ വാസ്തവമാണ്. മയക്കുന്ന കറുപ്പ്, മത്തുപിടിപ്പിക്കുന്ന കറുപ്പ്. അത് അന്ന് ആ ചിന്തകൻ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു വശം മാത്രമായിരിക്കാം അയാൾ ചിന്തിച്ചത്. അതിന് തർക്കമില്ല. ആ വശം നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അനേകരും ഈ കറുപ്പ് കഴിച്ച് കറങ്ങി നടക്കുകയാണ്. താങ്കൾ മതത്തെ കളഞ്ഞിട്ട് ക്രിസ്തുവിലേക്ക് വരണം. ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ക്രിസ്തു നമുക്ക് കാണിച്ചതൊരു മാർഗമാണ്. ക്രിസ്ത്യാനിത്വം എന്നത് ഒരു മതത്തെക്കാൾ ഒരു മനോഭാവമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ മാർഗം ഇന്ന് അനേകർക്കും ദൈവത്തിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്നത് മതമാണ്. പിന്നെ നമ്മളെപ്പോലെയുള്ള ഒരു നല്ല പങ്കാളുകൾക്ക് ദൈവത്തിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്നത് സഭയാണ്. ഞാൻ ഉദ്ദേശിച്ചത് സഭാവിഭാഗം. അതും ഒരുതരം മതമാണ്. പലർക്കും തങ്ങൾ ഭക്തരാണെന്ന് ചിന്തിക്കുന്ന അനേകർക്കുമുള്ള മതഭക്തി അത് വെറും പൊള്ളയായ മതഭക്തിയാണ്, ദൈവഭക്തിയല്ല. ഇന്ന് എവിടെ നോക്കിയാലും നമുക്ക് ഭക്തജന പ്രവാഹത്തെ കാണുവാൻ കഴിയും. മനുഷ്യർക്ക് വീഴ്ച സംഭവിച്ച ഒരു പ്രകൃതിയുണ്ട്. എന്നാൽ മതഭക്തിയുടെ ഒരു സ്വഭാവം കൂടിയുണ്ട്. പലരും ചിന്തിക്കുന്നത് ഈ പ്രസംഗകരെല്ലാം ഭക്തരാകുന്നു എന്നാണ്. ശുദ്ധ അസംബന്ധം. നല്ല പങ്കും മതഭക്തരാണ്, അല്ലാതെ ദൈവഭക്തരല്ല. മതമല്ല മനുഷ്യർക്കാവശ്യം. ദൈവവുമായി വ്യക്തിപരമായുള്ള ബന്ധമാണ് മനുഷ്യർക്കാവശ്യം. ക്രിസ്തുവിനെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ഉപരി സ്നേഹിക്കുന്ന ക്രിസ്തുവുമായുള്ള ഒരു ദൃഢമായിട്ടുള്ള ബന്ധം. പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടോ അതോ ഇല്ലയോ? ഇതത്ര പ്രധാനപ്പെട്ട സംഗതി എന്ന് മറക്കരുത്. 15-ാം വാക്യം കൂടി നോക്കിക്കാട്ടെ. തങ്ങളുടെ ആലോചനയെ യഹോവയ്ക്ക് അഗാധമായി മറച്ചു വെക്കുവാൻ നോക്കുകയും തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും ഞങ്ങളെ ആർ കാണുന്നു, ഞങ്ങളെ ആർ അറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം.
തൻ്റെ ജനത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കുന്നത് കൊണ്ട് ദൈവം അവർക്കെതിരായി വീണ്ടും അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിരിക്കും. ഈ അധ്യായത്തിൽ 2 കാര്യങ്ങൾക്ക് വേണ്ടി അയ്യോ കഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദൈവം കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്ന വിധത്തിൽ ജനം പ്രവർത്തിച്ചപ്പോൾ. 2, തങ്ങൾക്ക് ബോധിച്ചതുപോലെ ചെയ്തിട്ടും യാതൊരു കുഴപ്പവും ഇല്ലല്ലോ എന്നവർ ചിന്തിച്ചപ്പോൾ. ഈ 2 കാര്യങ്ങളും 16-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ഇനിയും നാം കാണുന്നത് യെരുശലേമിൻ്റെ മഹത്വത്തെക്കുറിച്ചും പദവിയെക്കുറിച്ചും ആകുന്നു. 17-ാം വാക്യം, ഇനിയും അല്പകാലം കൊണ്ട് ലബാനോൻ ഒരു ഉദ്യാനമായി തീരുകയും ഉദ്യാനം വനമായി എണ്ണപ്പെടുകയും ചെയ്യുകയില്ലയോ. ഇവിടെ നാം കാണുന്നത് ഭാവിയെയാണ്. യെരുശലേമിന് മഹത്വവും പദവിയും ലഭിക്കുവാൻ പോകുന്നു. യെരുശലേമിനോടുള്ള ദൈവത്തിൻ്റെ ആ പ്രവർത്തനം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. യെരുശലേമിനെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ദൈവം അവരെ ശിക്ഷിച്ചു, ശരിയാണ്. താൻ അവരെ വീണ്ടും ശിക്ഷിക്കുകയും ചെയ്യും. എന്നാൽ യെരുശലേം വീണ്ടും പണിയപ്പെടും. അങ്ങനെ അത് ദൈവത്തിൻ്റെ പട്ടണമായി തീരും. അടുത്ത വാക്യം 18ഉം 19ഉം വാക്യങ്ങൾ, അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാർ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. യെശയ്യാവിൻ്റെ കാലത്തെ പോലെ ഇന്നും മനഃപൂർവ്വമായ അന്ധതയെ നമുക്ക് കാണാം. എന്നാൽ അന്ന് യേശുക്രിസ്തു ഭൂമിയിൽ ഭരണം ഏറ്റെടുക്കുമ്പോൾ അവർ കാണുകയും കേൾക്കുകയും ചെയ്യും എന്നാണ് നാം വായിച്ചത്. ഞാൻ ഇനിയും 22 മുതൽ ഈ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം വരെ വായിക്കട്ടെ. ആകയാൽ അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗ്രഹത്തെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, യാക്കോബ് ഇനി ലജ്ജിച്ചു പോകുകയില്ല, അവൻ്റെ മുഖം ഇനി വിളറിപ്പോകുകയുമില്ല. എന്നാൽ അവൻ്റെ മക്കൾ തന്നെ തങ്ങളുടെ മധ്യേ എൻ്റെ കൈകളുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ എൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കും. അതെ, അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ വിശുദ്ധീകരിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും. മനോവിഭ്രമമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും പിറുപിറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ നാമത്തെക്കൊണ്ട് അവർ എന്ത് ചെയ്യുവാനാണ് പോകുന്നത്? അവർ അതിനെ വിശുദ്ധീകരിപ്പാൻ പോകുന്നു. അത് ആശ്ചര്യകരമായി തോന്നിയേക്കാമല്ലേ? അതിനെ വേർതിരിക്കാൻ പോകുന്നു എന്നാണ് ഇവിടുത്തെ അർത്ഥം. ഇന്ന് ദൈവത്തിൻ്റെ ജനം തങ്ങളുടെ ജീവിതങ്ങളെ കൊണ്ട് ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമായിരിക്കും. ദൈവത്തിൻ്റെ നാമം വിശുദ്ധമാണ്. വാസ്തവത്തിൽ ആ വിധത്തിലാണോ നാം ഇതിനെ പരിഗണിക്കുന്നത്? ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമായി വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനമായിരുന്നു. പ്രത്യേകം വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ. എന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം അവരെ ശിക്ഷിക്കുകയും ശത്രുക്കളുടെ കയ്യിൽ അവരെ ഏൽപ്പിക്കുകയും ചെയ്തത്? അതെ, ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ബാഹ്യമായ ഭക്തിയാണ് അവർക്കുണ്ടായിരുന്നത്. അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമില്ലായിരുന്നു. അതായിരുന്നു അവരുടെ പാപം. ഇക്കാലത്തെ സ്ഥിതിയും ഇതിൽ നിന്നും വിഭിന്നമല്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പുറമേ നോക്കുമ്പോൾ താങ്കളിൽ യാതൊരു കുഴപ്പവുമില്ലായിരിക്കാം. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് ശോധന ചെയ്യുന്നത്. ദൈവമായുള്ള താങ്കളുടെ ബന്ധം എപ്രകാരമായിരിക്കുന്നു എന്നതാണ് ദൈവം നോക്കുന്നത്. താങ്കൾ ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നുണ്ടോ? മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ത്യാഗപൂർവം കൊടുക്കുന്നുണ്ടോ? ആചാരാനുഷ്ഠാനങ്ങൾ മുറയ്ക്ക് നടത്തുന്നുണ്ടോ? നിങ്ങൾ നോക്കുമ്പോൾ ഇതിനൊന്നിനും യാതൊരു കുഴപ്പവുമില്ലായിരിക്കാം. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. നമ്മുടെ ആത്മാർത്ഥതയെ, സത്യസന്ധതയെ, വിശുദ്ധിയെ, ദൈവമായുള്ള താങ്കളുടെ ബന്ധം, ആ സ്നേഹം എപ്രകാരമായിരിക്കുന്നു എന്നതാണ് ദൈവം നോക്കുന്നത്. ദൈവം ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനാകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അവിടുത്തെ മുൻപിൽ താങ്കൾക്ക് യാതൊന്നും മറച്ചു വെപ്പാൻ കഴിയില്ല. ദൈവം തൻ്റെ ജനത്തെ ശിക്ഷിച്ച് അവരെ പീഡിപ്പിക്കുന്നതിന് ശത്രുക്കൾ കേൾപ്പിച്ചു കൊടുത്തു, ശരിയാണ്. എന്നാൽ ദൈവം സ്നേഹവാനായിട്ടും ഇസ്രായേൽ തൻ്റെ സ്വന്തം ജനമായിട്ടും അവരെ ശിക്ഷിപ്പാൻ ഏൽപ്പിച്ചത് എന്തുകൊണ്ട്? അത് കടുങ്കൈയായി പോയില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ താങ്കളും അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ദൈവഭക്തരായ ചിലരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അനിഷ്ടകാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നാം ചിന്തിക്കും, അയാൾ ഭക്തനായിട്ടൊക്കെ ജീവിച്ചെങ്കിലും എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്.
എന്നാൽ എൻ്റെ സുഹൃത്തെ, ദൈവത്തിന് ഇതിലൊക്കെയും പ്രത്യേക ഉദ്ദേശമുണ്ട് എന്ന് നാം മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടാകുമ്പോൾ അവിടെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവഹിതത്തിൽ നമ്മെ നിലനിർത്താൻ വേണ്ടിയാകുന്നു. സദൃശവാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവൻ്റെ ശാസനയിൽ മുഷികയുമരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. എബ്രായ ലേഖകൻ എഴുതിയത് മറക്കരുത്, മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. വീണ്ടും ഞാൻ പറയുന്നു, എബ്രായർ 12 അവൻ പറയുന്നു, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറും. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലുടയന്മാരത്രേ. ദൈവം യെരുശലേമിൽ ശിക്ഷാവിധി അയച്ചു എങ്കിലും അവർ അനുതപിച്ച് അവങ്കലേക്ക് തിരിയുമെങ്കിൽ അവർക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടെന്നത്ര ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ നന്മയ്ക്കായി ശിക്ഷിക്കുന്നത് പോലെ ദൈവവും താൻ സ്നേഹിക്കുന്ന മക്കളെ ബാലശിക്ഷ അല്ലെങ്കിൽ ശിക്ഷണം കൊടുത്ത് നടത്തുകയാണ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ഉദ്ദേശവും നമ്മോടുള്ള സ്നേഹവും മനസ്സിലാക്കി ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക അത്രേ വേണ്ടത്. താങ്കളുടെ ജീവിതത്തിൽ അതിനുള്ള ബലം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. മാനവ ചരിത്രത്തിൽ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി തിരിച്ചറിയുവാൻ യെശയ്യാ പ്രവചന പഠനം നിങ്ങളെ സഹായിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഒരു നിയന്ത്രണവുമില്ലാതെ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയല്ല, മറിച്ച് സകലവും അവിടുത്തെ നിയന്ത്രണത്തിലാകുന്നു. ദൈവം നിർണയിച്ചിരിക്കുന്ന സകല കാര്യങ്ങളും അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവചനം ശ്രദ്ധയോടുകൂടെ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് വളരെ വ്യക്തമായി തിരിച്ചറിയുവാൻ സാധിക്കും. ദൈവവചനത്തിൻ്റെ ആധികാരികതയും ദൈവവചനത്തിലുള്ള വിശ്വാസവും വർദ്ധിക്കുവാൻ ഈ പാഠങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ.